നമസ്കാരം, ഏവർക്കും സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ നവോത്ഥാന നായകരെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ഈ വീഡിയോയിൽ സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഔപചാരിക വിദ്യാഭ്യാസം ലഭിക്കാത്ത ശ്രീരാമകൃഷ്ണ പരമഹംസന് എല്ലാ മതങ്ങളിലും അന്തർലീനമായിരിക്കുന്ന ആ സത്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അക്കാലത്ത് കൊൽക്കട്ടയിലെ യുവാക്കളെ വല്ലാതെ ആകർഷിച്ചു. ഇത്തരത്തിൽ ആകർഷിക്കപ്പെട്ട് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനായ വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. 1863 സ്വാമി വിവേകാനന്ദൻ ജനിക്കുന്നത്. ആദ്യകാല പേര് നരേന്ദ്രനാഥ ദത്ത എന്നായിരുന്നു. 1886 തൻ്റെ ഗുരുവിൻ്റെ മരണശേഷമാണ് അദ്ദേഹം വിവേകാനന്ദൻ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഇതിഹാസങ്ങൾ എന്നിവയിലെല്ലാം അതീവ പാണ്ഡിത്യം നേടിയ സ്വാമി വിവേകാനന്ദൻ തൻ്റെ ഗുരുവിൻ്റെ ആശയങ്ങൾ ലോകമെമ്പാടും പ്രചരിപ്പിച്ചു. സ്വാമി വിവേകാനന്ദൻ്റെ അഗാധ പാണ്ഡിത്യവും വ്യക്തിവൈഭവവും ഒട്ടനവധി ആൾക്കാരെ ആകർഷിച്ചിരുന്നു. വിദേശികളെ പോലും കയ്യിലെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 1893 ചിക്കാഗോയിൽ ലോക സർവമത സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ലോക പ്രശസ്തമാണ്. 1894 അദ്ദേഹം ന്യൂയോർക്കിൽ വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചു. 1897 ബേലൂർ ആസ്ഥാനമാക്കി രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു. പ്രബുദ്ധ ഭാരതം എന്ന ഇംഗ്ലീഷ് പത്രവും ഉദ്ബോധൻ എന്ന ബംഗാളി പത്രവും സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ചതാണ്. കർമ്മയോഗ, മൈ മാസ്റ്റർ, സംഗീത കൽപ്പതരു എന്നീ പുസ്തകങ്ങൾ സ്വാമി വിവേകാനന്ദൻ്റെതാണ്. ആത്മീയ അന്വേഷണത്തിൻ്റെ ഭാഗമായി നടത്തിയ ഭാരത പര്യടനത്തിനിടെ അദ്ദേഹം കേരളത്തിലും എത്തിയിരുന്നു. ഇവിടെ വെച്ച് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പി സ്വാമിയെയും ഒക്കെ കണ്ടിട്ടുണ്ട്. ചട്ടമ്പി സ്വാമിയാണ് അദ്ദേഹത്തിന് ചിന്മുദ്രയുടെ രഹസ്യം പറഞ്ഞു കൊടുത്തത്. കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാറിൽ അന്ന് അദ്ദേഹം വന്നപ്പോൾ നിരവധി സാമൂഹികമായ അനാചാരങ്ങളെയും മതഭ്രാന്തിനെയും ഒക്കെ കണ്ടു. അദ്ദേഹം കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു. കന്യാകുമാരിയിലെത്തിയ അദ്ദേഹം കടലിൽ ഉയർന്നു നിന്നിരുന്ന ഒരു പാറയിലോട്ട് നീന്തി കയറുകയും 3 ദിവസം അവിടെ ധ്യാനത്തിലിരിക്കുകയും ചെയ്തു. 1892 ഡിസംബർ 25, 26, 27 തീയതികളിലായിരുന്നു ഇത്. അതിനുശേഷം ആ പാറയെ വിവേകാനന്ദ പാറ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. ആത്മീയതയായിരുന്നു മാർഗമെങ്കിലും സ്വാമി വിവേകാനന്ദന് ജീവിതത്തിൻ്റെ മറ്റ് എല്ലാ മേഖലകളെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. ഇന്ത്യയെ ലോകരാജ്യങ്ങളുടെ നെറുകയിലെത്തിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അവസാനിക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്നറിയപ്പെട്ടിരുന്നതും സ്വാമി വിവേകാനന്ദനാണ്. 1902 ജൂലൈ 4 സ്വാമി വിവേകാനന്ദൻ അന്തരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജനുവരി 12 ദേശീയ യുവജന ദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നത്. സ്വാമി വിവേകാനന്ദനെ കുറിച്ചുള്ള ഇത്രയും വസ്തുതകൾ ഏവർക്കും ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വരുന്ന പരീക്ഷകളിൽ ഏതെങ്കിലും ഒന്നിൽ ഇതിൽ നിന്ന് ഒരു ചോദ്യം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.